ഇവിടെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഡി മരിയ കുറച്ചും കൂടി ഡെപ്ത് ക്രിയേറ്റ് ചെയ്ത് മുനോസിനെ ഒന്നും കൂടി പിന്നിലോട്ട് വലിപ്പിക്കാനായിരിക്കും സ്കലോണി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക്. ഏവർക്കും സ്പോട്ടോപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പ അമേരിക്ക ഫൈനലിനെ കുറിച്ചാണ്. കോപ്പ അമേരിക്ക ഫൈനലിൽ ആരാണ് പോരാടുന്നത്? അർജന്റീനയും കൊളംബിയയും. ഈ മത്സരത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? രണ്ട് അർജന്റീന കോച്ചുമാരുടെ പോരാട്ടം കൂടിയായിട്ടാണ് അർജന്റീന കൊളംബിയ മത്സരം മാറാൻ പോകുന്നത്. ആരൊക്കെയാ? ലയണൽ സ്കലോണിയും നെസ്റ്ററും. രണ്ട് കിട്ടിക്കാച്ചി കോച്ചുമാരുടെ പോരാട്ടാണ്. സ്കലോണി അർജന്റീന ടീമിൽ സ്ഥാനം നേടിയതിനു ശേഷം 62 മത്സരങ്ങൾ കളിച്ചു. സ്കലോണിക്ക് കീഴിൽ അതിൽ 60 മത്സരങ്ങളും വിജയിച്ചിട്ടാണ് അർജന്റീന ടീം വരുന്നത്. നെസ്റ്ററിന്റെ കീഴിൽ 28 മത്സരങ്ങൾ അൺബീറ്റൻ ആയിട്ട് ഇപ്പൊ കൊളംബിയ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ രണ്ട് കോച്ചുമാരുടെ ഒരു പോരാട്ടം കൂടി ആയിട്ട് വേണം നമുക്ക് ഈ മത്സരത്തെ വിലയിരുത്താൻ. ഇനി ഇവരുടെ ഹെഡ് ടു ഹെഡ് മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11 മത്സരങ്ങളാണ് ഇവര് അർജന്റീനയും കൊളംബിയയും തമ്മിൽ മാറ്റുരച്ചിരിക്കുന്നത്. അതിൽ 6 മത്സരങ്ങൾ അർജന്റീന വിജയിച്ചു, 4 മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഒരു മത്സരം മാത്രമാണ് കൊളംബിയയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ കൊളംബിയയെ അങ്ങനെ എഴുതി തള്ളേണ്ടതില്ല. കാരണം അവരുടെ സമകാലീന ഫോം അതൊരു അജാതി ഫോമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 28 മത്സരങ്ങൾ അൺബീറ്റൻ ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവര്. അജാതി പെർഫോമൻസ് ആണ്. അതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്. ആരാ? ഹാമിസ് റോഡ്രിഗസ്. എന്താണ് ഈ ചെങ്ങായിയുടെ പ്രശ്നം എന്നുള്ളതാണ്. ചെങ്ങായി 6 അസിസ്റ്റുകൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു. 1 ഗോളും സംഭാവന കൂടി അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ മെസ്സിക്ക് ശേഷം കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന താരം എന്ന ബഹുമതി കൂടി ഹാമിസ് റോഡ്രിഗസ് നേടിയിരിക്കുകയാണ്. എവിടെ നിന്നാണ് നമ്മൾ ഈ പുള്ളിക്കാരനെ കാണാൻ തുടങ്ങിയിട്ടുള്ളത്? 2014 വേൾഡ് കപ്പില് അവിടെ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ആ ഒരു ഗോൾ ഉണ്ടല്ലോ, ആ ചെസ്റ്റിൽ ഇറക്കിക്കൊണ്ട് ലെഫ്റ്റ് ഫുട്ടിൽ അടിച്ച ആ ഒരു ഗോള്, അത് നമുക്ക് മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ഗോള് കൊണ്ടുകൂടി മാത്രം ലോക ഫുട്ബോളിൽ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പ്ലെയറാണ് ഹാമിസ് റോഡ്രിഗസ്. അതിനുശേഷം അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് വന്നു. അതിനുശേഷം ബയൺ മ്യൂണിക്കിൽ തന്നെ പോയി വീണ്ടും റയൽ മാഡ്രിഡിൽ തന്നെ വന്നു. പിന്നെ എവർട്ടണിലേക്ക് പോയി കളിച്ചു. അങ്ങനെ ഔട്ട് ഓഫ് ഫോം ഒക്കെ ആയി ഇപ്പൊ സാവോ പോളോയിൽ ഒരു ചെറിയൊരു പ്ലെയർ ആയിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് നെസ്റ്ററിന്റെ ആ ഒരു വിളി ഹാമിസ് റോഡ്രിഗസിനെ തേടിയെത്തുന്നത്. എവിടേക്കായി? കൊളംബിയക്ക് നീ ഇങ്ങോട്ട് വാ, അനക്കൊരു ക്യാപ്റ്റൻസി പദവി ഞാൻ തരാൻ നിൽക്കുകയാണ് എന്നൊരു വാഗ്ദാനം കൂടി ഹാമിസ് റോഡ്രിഗസിന് കൊടുക്കുകയാണ്. ഓടി വന്നു ഹാമിസ് റോഡ്രിഗസ്. ഇവിടെ വന്ന് കോപ്പ അമേരിക്കയിലെ പ്രകടനം നോക്കിയപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവണത് പുള്ളിക്കാരൻ പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന പ്ലെയർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം 33-ാം വയസ്സിൽ വീണ്ടും അദ്ദേഹം ലോക ഫുട്ബോളിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 6 അസിസ്റ്റ് 1 ഗോള്, ഒന്നും പറയല്ല, അജാതി പ്ലെയർ. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു പ്ലെയർ ആണ് ലൂയിസ് ഡയാസ്. മികച്ച ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. ഇനി കൊളംബിയയുടെ കേസിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ഡിഫൻസ് ആണ്. ഡിഫൻസിൽ മുനോസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത്. 2 അസിസ്റ്റും 1 ഗോളും ഇതിനോടകം മ്യൂനസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയർ ആണ്. അപ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അർജന്റീന പ്ലെയേഴ്സ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാഞ്ചസ് ഉണ്ട്, മൊജിക്കോ ഉണ്ട്. ഈ 3 പ്ലെയേഴ്സിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നെസ്റ്ററിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഫുൾ ബാക്കുകൾ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിന് പന്ത് സപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് നെസ്റ്റർ പൊതുവെ കൊളംബിയ ടീമിൽ നടപ്പിലാക്കുന്നത്. ഇത് അർജന്റീന ടീം ഭയക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതാണ് എനിക്കൊരു ഫൈനലില് എനിക്ക് പറയാൻ തോന്നുന്നത്. അടുത്തത് നമ്മൾ അർജന്റീന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡി മരിയെ കുറച്ചും കൂടി ലെഫ്റ്റ് ബാക്കിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് കളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ മുനോസിനെ ഒന്നുകൂടി പിന്നിലോട്ട് വലിച്ചുകൊണ്ട്, അതായത് ഫ്രണ്ടിലോട്ട് പോവാതെ ഡി മരിയെ വെച്ച് കുറച്ചും കൂടി ഒരു ഡെപ്ത് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും നമ്മുടെ ലയണൽ സ്കലോണി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രകടനത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതും ഈ ഒരു ലെഫ്റ്റ് ഏരിയ തന്നെയാണ്. കൊളംബിയയുടെ റൈറ്റും അർജന്റീനയുടെ ലെഫ്റ്റും. അപ്പോൾ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അർജന്റീന എന്നുള്ളതാണ്. ഇനി നമ്മൾ അർജന്റീനയുടെ കേസിലേക്ക് ഒന്ന് പോയി നോക്കാം. അർജന്റീനയുടെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡി മരിയയുടെ അവസാനത്തെ മാച്ചാണ്. ജയിച്ചാലും തോറ്റാലും ഞാൻ ഈ അർജന്റീന ജേഴ്സി അഴിച്ചു വെക്കുകയാണ് എന്നുള്ളതാണ് മാലാഗ പറയുന്നത്. മാലാഗയുടെ അവസാനത്തെ മാച്ചാണ് ഈ കോപ്പ അമേരിക്ക ഫൈനൽ എന്ന് പറയുന്നത്. ഇവിടെ
മിശിഹ ഉയർത്തെഴുന്നേൽക്കോ എന്നുള്ളതാണ്. മിശിഹയ്ക്ക് വേണ്ടി മാലാഖ ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇവിടെ മിശിഹ മാലാഖയ്ക്ക് വേണ്ടി നടത്തോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതെന്തായാലും നടക്കട്ടെ. കാരണം കൃത്യമായ ഗോൾ വേണ്ടിടത്ത് മാലാഖ സപ്ലൈ ചെയ്യുന്നതും മെസ്സി ഗോൾ അടിക്കുന്നതും, അതുപോലെ തന്നെ തിരിച്ച് ഗോൾ വേണ്ടിടത്ത് മെസ്സി സപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മാലാഖ ഗോൾ അടിക്കുന്നതും ഒക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ഫൈനലിൽ പ്രത്യേകിച്ച് ഡി മരിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ശ്രദ്ധിക്കണം. കാരണം പുള്ളിക്കാരുണ്ടാക്കുന്ന ഇമ്പാക്ട്, പ്രത്യേകിച്ച് നോക്കൌട്ട് മത്സരങ്ങളിലൊക്കെ അജാതി ജംബോക്കൻ പെർഫോമൻസ് ആണ് ഡി മരിയ കാഴ്ചവെക്കുക. ഇവിടെയാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഡി മരിയ കുറച്ചും കൂടി ഡെപ്ത് ക്രിയേറ്റ് ചെയ്ത് മുനസിനെ ഒന്നും കൂടി പിന്നിലോട്ട് വലിപ്പിക്കാനായിരിക്കും സ്കലോണി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ മത്സരം അനാലിസിസിൽ എനിക്ക് പറയാനുള്ളത് അർജന്റീന വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം അർജന്റീന അത്ര ചില്ലറക്കാരല്ല. നമ്പർ 1 വേൾഡ് റാങ്കിങ് ഉള്ള ടീമാണ് അർജന്റീന. ഒത്തൊരുമയോടെ പോരാടുന്ന ഒരു ടീമാണ് അർജന്റീന. അതോടൊപ്പം തന്നെ കിരീടങ്ങള് വാരിക്കൂട്ടി സ്കലോണി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഒരു കോപ്പ അമേരിക്ക കിരീടം കൂടി വീണ്ടും ഷെൽഫിൽ എത്തിക്കാൻ സ്കലോണി കിണഞ്ഞ് പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതോടൊപ്പം തന്നെ മെസ്സിയുടെ ഒരു 8ാമത്തെ ഫൈനലാണ്. 4 ഫൈനലുകളിലാണ് അദ്ദേഹം തോറ്റുള്ളത്. നമുക്ക് എത്ര പറയാനും എത്ര പറയേണ്ടി വരില്ല. കാരണം അത്രത്തോളം നമ്മൾ മെസ്സി ആരാധകരൊക്കെ കരഞ്ഞു തീർത്ത ഫൈനലുകൾ ഉണ്ട്. 2014 വേൾഡ് കപ്പ്, 15 കോപ്പ അമേരിക്ക, 16 കോപ്പ അമേരിക്ക അടുപ്പിച്ച് വന്ന് ഓരോ ഫൈനലിൽ ഇങ്ങനെ തോറ്റുപോയിട്ട് മെസ്സി വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ നടത്തി. അതിനുശേഷം അർജന്റീന ടീമിലേക്ക് വരുന്നു, സ്കലോണി നേതൃത്വം ഏറ്റെടുക്കുന്നു. അതിനുശേഷം നമുക്ക് അർജന്റീനയെ കണ്ടത് ഒരു അജാതി പെർഫോമൻസ് ആയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കോപ്പ അമേരിക്ക കിരീടം നേടുന്നു, ഫൈനലിസം നേടുന്നു, അതോടൊപ്പം തന്നെ ഒരു വേൾഡ് കപ്പ് കൂടി സ്വന്തമാക്കുന്നു. അതിനുശേഷം ഇതാ ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ കൂടി അവർ എത്തി നിൽക്കുകയാണ്. അപ്പോ നമുക്കിവിടെ പറയാനുള്ളത് എന്തായാലും കൊളംബിയൻ പ്രതിരോധം മറികടന്നുകൊണ്ട് അർജന്റീനയെ കിരീടം സ്വന്തമാക്കും എന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് മത്സര വിധിയെ കാത്തിരിക്കാം. തിങ്കളാഴ്ച പുലർച്ചെ 5:30-ക്കാണ് മത്സരം. ആര് വിജയിക്കും, ആര് തോൽക്കും, ആര് കിരീടം നേടും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും മൈൻഡിൽ വെച്ചേക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.